ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഡബിൾ രുചിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ ബീറ്റർ ഇല്ലാത്തവർക്ക് പോലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഐസ്ക്രീം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഈ ഐസ്ക്രീം ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏത് ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീം ആയിരുന്നാലും കുഴപ്പമില്ല. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതേപോലുള്ളൊരു വിസ്ക്കാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ചധികം നേരം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലുള്ള വിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് അധികം സമയമൊന്നും ആവശ്യമില്ല. ഇത് സ്റ്റിഫ് പീക്സ് ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5-10 മിനിറ്റ് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ എടുത്തെടുക്കുന്ന ക്രീം ഫിയോണ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ക്രീം എടുക്കാം. അപ്പോൾ ഈ ക്രീമിൽ ഓൾറെഡി മധുരം ഉണ്ട്. അപ്പം മധുരം ഇല്ലാത്ത ക്രീമാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ക്രീം ഏകദേശം ഇപ്പോൾ ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിയാൽ ഈ ഒരു ടെക്സ്ചർ ആയാൽ നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് നിർബന്ധമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് കൂടി ചേർത്താലാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു ടെക്സ്ചറും നമുക്ക് കടയിലത്തെ പോലെ കിട്ടണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐസ്ക്രീം നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് വേണ്ടിയിട്ടുള്ള ടെക്സ്ചർ. ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് സ്റ്റിഫ് പീക്സ് എല്ലാം ആവശ്യം. കണ്ടോ, ഈ ഒരു പരുവാണ് നമുക്ക് ആവശ്യം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനൊരല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഓപ്ഷണലാണ്. കാരണം നമ്മൾ ഈ ഒരു ഐസ്ക്രീം വേറൊരു ഫ്ലേവറിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ ബ്ലൂബെറിയുടെ ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചേർക്കണം എന്നില്ല. ഇപ്പോൾ നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞില്ലേ, ആ ഒരു പരുവത്തിയാൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീം കിട്ടും. അപ്പോൾ ബ്ലൂബെറി ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ബ്ലൂബെറി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ബ്ലൂബെറി ഐസ്ക്രീം ഇഷ്ടമാകും. അത്ര രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മിനിമം 8 മണിക്കൂറെങ്കിലും നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നാലാണ് ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്നാൽ ശരി, ഇനി ഞാൻ ഐസ്ക്രീം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയില്ല. അത്രയും രുചിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഐസ്ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ, കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ അതേ ഒരു ടെക്സ്ചറല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും രുചിയുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.